മഹേഷ് ബാബു നായകനായി അഭിനയിച്ച ഒക്കടു എന്ന തെലുങ്ക് ചിത്രത്തിൻ്റെ റീമേക്കായിട്ടാണ് 2004 ഗില്ലി എന്ന ചിത്രം റിലീസാവുന്നത്. ഈ ഗില്ലി എന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ധരണിയാണ്. ധരണിക്ക് ഉള്ള ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ഒരു ഹാട്രിക് സംവിധായകൻ എന്നുള്ളൊരു പേര് വീണിട്ടുണ്ട്. കാരണം 2001 ധരണി സംവിധാനം ചെയ്തത് ദിൽ എന്ന ചിത്രം, വിക്രം അഭിനയിച്ച ദിൽ എന്ന ചിത്രം. അതൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. അതിനുശേഷം ധരണി രണ്ടാമത് സംവിധാനം ചെയ്തത് 2003 റിലീസായ ധൂളാണ്. ധൂളിലും വിക്രം തന്നെയാണ് നായകൻ. സിനിമ ഒരു സൂപ്പർ ഹിറ്റായിരുന്നു. തുടർന്ന് 2004 ധരണി സംവിധാനം ചെയ്തതാണ് ഈ ഗില്ലി എന്ന ചിത്രം. അതും ഒരു മെഗാ സൂപ്പർ ഹിറ്റായി മാറി. അപ്പോൾ തുടർച്ചയായി 3 സൂപ്പർ ഹിറ്റുകൾ ഇൻഡസ്ട്രിക്ക് സമ്മാനിച്ച ഒരു സംവിധായകൻ എന്ന ഒരു പേര് ഈ ധരണിക്കുണ്ട്. പക്ഷേ ഈ പേര് നിലനിർത്തിക്കൊണ്ടു പോകാൻ ധരണി എന്ന സംവിധായകന് പിന്നീട് കഴിഞ്ഞതുമില്ല. അദ്ദേഹം 2008 വിജയനെ വെച്ച് ഒരു സിനിമ സംവിധാനം ചെയ്തിരുന്നു. ആ സിനിമയുടെ പേര് കുരുവി എന്നാണ്. പക്ഷേ ആ ചിത്രം വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയോ ഒരു ചർച്ചാ വിഷയം മാറുകയോ ഹിറ്റാവുകയോ ഒന്നും ചെയ്തില്ല. വന്നു പോയി എന്ന് മാത്രമേ കുരുവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഗില്ലിയിലേക്ക് വരികയാണെങ്കിൽ, ഗില്ലി എന്ന ചിത്രം വിജയൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചിത്രം തന്നെയാണ് ഈ ഗില്ലി എന്ന ചിത്രം. ഗില്ലി വിജയ് അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും കൂടുതൽ അന്നത്തെ കാലത്ത് കളക്ഷൻ നേടിയ ചിത്രങ്ങളിലൊന്നാണ് ഈ ഗില്ലി എന്ന ചിത്രം. ഗില്ലി എന്ന ചിത്രത്തിന് അന്ന് മുതൽ മുടക്ക് ഏകദേശം 8 കോടി രൂപയായിരുന്നു. പക്ഷേ കളക്ട് ചെയ്തത് ഏകദേശം അന്നത്തെ കണക്കിന് 70 കോടി രൂപയാണ് കളക്ട് ചെയ്തത് അന്ന്. അപ്പോൾ ഈ ഗില്ലി എന്ന ചിത്രം സംവിധായകൻ ധരണിയുടെ ഒരു ഏറ്റവും മികച്ച ഒരു ചിത്രം എന്ന് തന്നെ പറയാം. കാര്യം ഈ ഗില്ലി എന്ന ചിത്രം കണ്ടിട്ടുള്ളവർക്കറിയാം. ഈ ഗില്ലി എന്ന ചിത്രത്തിൽ നല്ലൊരു കഥയുണ്ട്, അതുപോലെ നല്ല കോമഡി ഉണ്ട് അതിനുള്ളിൽ, അതുപോലെ നല്ല പാട്ടുകളുണ്ട്, അതുപോലെ തന്നെ സിനിമയ്ക്ക് നല്ല കണ്ടിരിക്കാവുന്ന ആസ്വാദികരമായ ഒരു വിഷ്വൽസാണ് സിനിമയ്ക്കുള്ളത്. അപ്പോൾ ഇതെല്ലാം ചേർന്ന് സിനിമ എല്ലാം കൃത്യമായി ചേരുമ്പോൾ ഒരു നല്ല സിനിമ ഉണ്ടാവുന്നു എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ ഗില്ലി എന്ന ചിത്രം. എനിക്ക് അന്ന് ഈ ഗില്ലി എന്ന ചിത്രം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, സംവിധായകൻ പോലും അറിയാതെ എല്ലാ തരത്തിലും അതൊരു എൻ്റർടൈനറിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ബ്ലെൻഡായ ഒരു ചിത്രമാണ് ഗില്ലി എന്ന് എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ അന്ന് ഇതുപോലെ യൂട്യൂബോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഉള്ളിൽ തോന്നിയതായിട്ട് മാത്രം ഇരിക്കുന്ന ഒരു കാലമായിരുന്നു അന്ന്. അപ്പോൾ ഈ ഗില്ലി എന്ന ചിത്രം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ ആശിഷ് വിദ്യാർത്ഥി എന്ന നടൻ മിക്ക സിനിമകളിലും വില്ലനായിട്ട് തന്നെ, വിജയൻ്റെ ചിത്രങ്ങളിൽ തന്നെ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ ആശിഷ് വിദ്യാർത്ഥി. പക്ഷേ അദ്ദേഹത്തിൻ്റെ നല്ലൊരു റോൾ, സ്നേഹസമ്പന്നനായ ഒരു അച്ഛൻ്റെ റോൾ, അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും എനിക്കിഷ്ടപ്പെട്ടു. അതുപോലെ ഈ തൃഷ എന്ന നടിയുടെ ഒരു മികച്ച അഭിനയമുള്ള ഒരു ചിത്രം തന്നെയാണ് ഈ ഗില്ലി എന്ന ചിത്രം. അപ്പോൾ ഈ ചിത്രത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പ്രകാശ് രാജിൻ്റെ അഭിനയമാണ്. പ്രകാശ് രാജിൻ്റെ ആ ഒരു ചെല്ലം എന്നുള്ള ആ ഒരു വിളി, ചെല്ലോ എന്നുള്ള വിളി അന്നൊരു തരംഗമായി മാറിയ ഒന്നാണ് ഈ ചെല്ലോ എന്നുള്ള വിളി. അപ്പോൾ പ്രകാശ് രാജ് അതിൽ ഉള്ളിൽ വളരെ അത്യുഗ്രൻ ആയിട്ടുള്ള ഒരു പെർഫോമൻസാണ് ഗില്ലി എന്ന ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ ഈ സിനിമയുടെ പാട്ടുകളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ സിനിമയിലെ പാട്ടുകൾ, അപ്പടിപ്പോട് എന്നുള്ള പാട്ട് ഒരു ട്രെൻഡ് സെറ്റർ പാട്ടായിരുന്നു അന്ന്. അതുപോലെ പക്ഷേ എനിക്ക് ഗില്ലിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് സുഖ്വീന്ദർ സിംഗ് പാടിയ അർജുനര് വില്ല് എന്നുള്ള പാട്ടാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഇന്ന് ഈ ലിയോയിലും ഈ വിക്രത്തിലെയൊക്കെ പാട്ട് കേൾക്കുമ്പോൾ അന്ന് ഒരു ഹരമായിരുന്നു ആ പാട്ട് കേൾക്കുമ്പോൾ. എന്തോ ഒരു എനർജി കിട്ടുന്ന തരത്തിലുള്ള ഒരു പാട്ടായിരുന്നു ഈ അർജുനര് വില്ല് എന്ന ഗാനം. സുഖ്വീന്ദർ സിംഗ് അത് മനോഹരമായി പാടിയിട്ടുണ്ട്. അതുപോലെ ആ സിനിമയ്ക്കുള്ളിൽ വിദ്യാസാഗർ ഈണം പകർന്ന ഗാനങ്ങളെല്ലാം തന്നെ ഒന്നിനൊന്ന് മികവുറ്റതായിരുന്നു. അതിനുള്ള കാര്യത്തിൽ സംശയമില്ലാത്തൊരു കാര്യമാണ്. കാര്യം അതൊരു സിനിമ സൂപ്പർ ഹിറ്റ് ആയതിനൊപ്പം തന്നെ സിനിമയിലെ ഗാനങ്ങൾ അതിലേറെ ഹിറ്റായ ഒരു സിനിമയായിരുന്നു ഗില്ലി എന്ന ചിത്രം. പിന്നെ ഈ ഗില്ലി എന്ന ചിത്രം റിലീസായി 2004 റിലീസായി, അതിനുശേഷം 20 കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും വരികയാണല്ലോ. ഇപ്പം പലയിടത്തും റിലീസായി കഴിഞ്ഞു. ഈ ചിത്രം റിലീസാകുമ്പോൾ എനിക്ക് ഈ ഒരു സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ 2004
ഇന്നത്തെ പോലെ ഡിജിറ്റൽ പ്രദർശന സംവിധാനമൊന്നും അന്നില്ലായിരുന്നു. ക്യൂബോ UFO ഒന്നും അന്നില്ല. അന്ന് ഈ ഫിലിം റീൽ ഉപയോഗിച്ചിട്ടുള്ള പ്രദർശനം മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. അതുമല്ല, അന്ന് ഉണ്ടായിരുന്ന തിയേറ്ററുകളിൽ ഡോൾബി ഡിജിറ്റൽ സംവിധാനം ഉണ്ടായിരുന്നെങ്കിലും ഇന്നത്തെ പോലെ ഇതുപോലെ ഈ ദൃശ്യ മികവിന് വേണ്ടി 2K 4K സംവിധാനങ്ങളൊന്നും തന്നെ അന്നില്ലായിരുന്നു. അപ്പോൾ അന്ന് ഈ തിയേറ്ററിൽ സിനിമ കണ്ടവർക്ക് ഈ ദൃശ്യാനുഭവം, നമുക്ക് ഈ ശബ്ദ മികവ് അന്നുണ്ടായിരുന്നു, ഡോൾബി ഡിജിറ്റൽ സംവിധാനം അന്നുണ്ടായിരുന്നതുകൊണ്ട്. പക്ഷേ ഇന്ന് അത് ഈ ഡിജിറ്റൽ റീമാസ്റ്റർ ചെയ്ത് വരുന്ന പുതിയ ഗില്ലി എന്ന് പറയുന്ന ചിത്രം റിലീസാവുമ്പോൾ ഈ കാണാൻ പോകുന്നവർക്ക് അത് ഒരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും. കാരണം ഈ സിനിമ ചിലപ്പോൾ ഇപ്പോൾ ഡോൾബി അറ്റ്മോസ് മിക്സ് ചെയ്തിട്ടുണ്ടാവാം അതിനുള്ളിൽ, അതുപോലെ ശബ്ദത്തിന് തീവ്രത കൂട്ടിയിട്ടുണ്ടാവാം, അതുപോലെ തന്നെ 4K ദൃശ്യ മികവുണ്ടാവും. അപ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലാരിറ്റി ആയിട്ടുള്ള പിക്ചറായിരിക്കും നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ആസ്വാദികരമായ ഒരു അനുഭവം തന്നെയായിരിക്കും ഈ ഗില്ലി എന്ന ചിത്രം. ഇതുപോലെ എനിക്ക് പറയാനുള്ളത്, ഈ വിജയ് അഭിനയിച്ച മറ്റു ചിത്രങ്ങളും ഇതുപോലെ വീണ്ടും റീമാസ്റ്റർ ചെയ്ത് 4K സംവിധാനത്തിൽ വന്നാൽ വീണ്ടും ആളുകൾ അന്ന് കാണാൻ കഴിയാത്ത, അല്ലെങ്കിൽ അന്ന് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ കഴിയാത്ത കൊച്ചു കുട്ടികൾ വരെ ഇന്ന് അവർക്ക് പോയി വീണ്ടും കാണാനുള്ള അവസരം ഉണ്ടാവുമല്ലോ. അപ്പോൾ മലയാളത്തിൽ അതിൽ ഒരു സ്ഫടികം എന്ന ചിത്രം, മോഹൻലാലിൻ്റെ സ്ഫടികം എന്ന ചിത്രം വന്നു. അത് വിചാരിച്ചതിനേക്കാൾ പൈസ കളക്ട് ചെയ്തതെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് 4K റീമാസ്റ്റർ ചെയ്ത് വന്നപ്പോൾ ശബ്ദ സംവിധാനവും എല്ലാം അതിനനുസരിച്ച് മികവ് വരുമ്പോൾ ചിത്രം ഒരു പടിയും കൂടെ എന്തായാലും ഉയർന്നു നിൽക്കും. കാണുമ്പോൾ കാഴ്ചക്കാരന് അതൊരു പ്രത്യേക അനുഭവമായി മാറും. എന്തായാലും വിജയിൻ്റെ മറ്റ് ചിത്രങ്ങളും ഇതുപോലെ തന്നെ വീണ്ടും ഇത് റിലീസിന് വരുമ്പോൾ വീണ്ടും നമുക്ക് കാണുമ്പോൾ, അന്ന് തിയേറ്ററിൽ കണ്ട എനിക്ക് ഈ ഗില്ലി എന്ന ചിത്രം, നമ്മളെ തിരുവനന്തപുരത്ത് ചിത്രം റിലീസായിട്ടില്ല, ഇവിടെ റിലീസ് വന്നിട്ടില്ല. അപ്പോൾ വന്നാൽ എനിക്ക് കാണാൻ അവസരം ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് എന്തായാലും മനസ്സിലാവും അന്ന് കണ്ടതിൽ നിന്ന് എന്താണ് ഈ ചിത്രത്തിൽ അധികമായി വ്യത്യസ്തമായി ഉള്ളത്, ശബ്ദത്തിന് എന്താണ് പുതുമയുള്ളത്, ദൃശ്യത്തിന് എന്താണ് മികവുള്ളതെന്ന് അറിയാൻ കഴിയും. എന്തായാലും ഇതൊരു നല്ല പ്രവണത തന്നെയാണ്. ഇത്തരം വിജയിൻ്റെ ഹിറ്റായ മുൻ ചിത്രങ്ങളും ഇതുപോലെ വീണ്ടും പ്രദർശനത്തിന് വരികയും അത് നല്ല പോലെ പൈസ കളക്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ എന്തായാലും പ്രൊഡ്യൂസർക്ക് അതിനനുസരിച്ചുള്ള നേട്ടവും ഉണ്ടാവുമല്ലോ.